ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. 2024 നവംബർ 17 മുതൽ 23 വരെ, അതായത് മലയാള വർഷം 1200 ആണ്ട്, വൃശ്ചികം 2 മുതൽ 8 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് ചൊവ്വയും അഷ്ടമത്തിൽ ബുധനും ഭാഗ്യസ്ഥാനത്ത് ശുക്രനും ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കുടുംബസുഖമുണ്ടാകും. ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നു. ബന്ധുഗുണം കുറയും. കാര്യവിജയം, ധനലാഭം എന്നിവയ്ക്കുള്ള സാധ്യതയുണ്ട്. അപമാനകരമായ അനുഭവങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം. സ്ത്രീകൾ നിമിത്തം ദോഷങ്ങൾക്ക് സാധ്യത. സർക്കാർ കാര്യങ്ങൾ പ്രതികൂലമായി ഭവിക്കും. കളത്രസുഖം വർദ്ധിക്കും. ധർമ്മപ്രവൃത്തികൾ താൽപ്പര്യമുണ്ടാകും. വൃദ്ധസ്ത്രീകൾ, നാൽക്കാലികൾ, ചാമ, തിന മുതലായ ധാന്യങ്ങൾ എന്നിവയിൽ നിന്ന് ധനലാഭത്തിന് സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലമാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകീരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും സഹോദരസ്ഥാനത്ത് കുജനും കളത്രസ്ഥാനത്ത് ബുധനും രവിയും അഷ്ടമത്തിൽ ശുക്രനും കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ആലോചനയില്ലാതെ ഒരു കാര്യത്തിലും ഏർപ്പെടരുത്. സഞ്ചാര തടസ്സമുണ്ടാകും. കാര്യവിജയവും ശത്രുനാശവും ഉണ്ടാകും. സ്വജനവിരോധത്തിനുള്ള സാധ്യതയുണ്ട്. ഉറക്കക്കുറവ് അനുഭവപ്പെടും. ഉദരരോഗത്തിന് സാധ്യത കാണുന്നു. ജോലിഭാരം വർദ്ധിക്കും. ആഡംബര വസ്തുക്കളിൽ താൽപ്പര്യം ഉണ്ടാകും. ദാമ്പത്യസുഖം വർദ്ധിക്കും. ദുഷ്പ്രവൃത്തികളിൽ താൽപ്പര്യമുണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ചൊവ്വയും ശത്രുസ്ഥാനത്ത് ബുധനും രവിയും കളത്രസ്ഥാനത്ത് ശുക്രനും ഭാഗ്യസ്ഥാനത്ത് ശനിയും വ്യയസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. യാത്രാക്ലേശവും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. വിലപിടിപ്പുള്ള വസ്തുക്കളോ രേഖകളോ കൈമോശം വരാൻ സാധ്യതയുണ്ട്. കാര്യവിജയം ഉണ്ടാകും. ശത്രുശല്യം കുറയും. രോഗശമനം ഉണ്ടാകും. ദാമ്പത്യ കലഹത്തിന് സാധ്യത കാണുന്നു. ധർമ്മപ്രവൃത്തികളിൽ താൽപ്പര്യം കുറയും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും പുത്രസ്ഥാനത്ത് ബുധനും രവിയും ശത്രുസ്ഥാനത്ത് ശുക്രനും അഷ്ടമത്തിൽ ശനിയും ലാഭസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. മനപ്രയാസവും ശത്രുശല്യവും ഉണ്ടാകും. ജപധ്യാനാദികൾക്ക് മുടക്കം സംഭവിക്കും. സന്താനഗുണം കുറയും. രോഗദുരിതങ്ങൾക്ക് സാധ്യത കാണുന്നു. കാര്യതടസ്സം ഉണ്ടാകും. ധനവരവ് മെച്ചപ്പെടും. വസ്ത്രാഭരണാദി ലാഭം ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ബുധനും രവിയും പുത്രസ്ഥാനത്ത് ശുക്രനും കളത്രസ്ഥാനത്ത് ശനിയും കർമ്മസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് ചൊവ്വയും സഞ്ചരിക്കുന്ന സമയമാണ്. ധനലാഭവും ബന്ധുഗുണവും ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യം കുറയും. മനപ്രയാസം വർദ്ധിക്കും. സന്താനഗുണം വർദ്ധിക്കും. ഭാര്യാപുത്രാദികൾക്ക് രോഗത്തിന് സാധ്യത. കർമ്മവൈകല്യം ഉണ്ടാകും. ഉഷ്ണരോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്ര ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ബുധനും രവിയും സുഖസ്ഥാനത്ത് ശുക്രനും ശത്രുസ്ഥാനത്ത് ശനിയും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് ചൊവ്വയും സഞ്ചരിക്കുന്ന സമയമാണ്. സഹോദര ഗുണം കുറയും. ഗൃഹവാഹനാദി സൗഖ്യവും ആരോഗ്യപുഷ്ടിയും ഉണ്ടാകും.
പല വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും. ദാമ്പത്യബന്ധം ദൃഢതരമാകും. കാര്യവിജയം ഉണ്ടാകും. ധനലാഭം, അധികാരികളുടെ പിന്തുണ എന്നിവ ലഭിക്കും. ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണ പ്രീതി വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ബുധനും രവിയും, സഹോദരസ്ഥാനത്ത് ശുക്രനും, പുത്രസ്ഥാനത്ത് ശനിയും, അഷ്ടമത്തിൽ വ്യാഴവും, കർമ്മസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ധനസമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും. മനപ്രയാസം വർദ്ധിക്കും. നയനരോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. ശത്രുശല്യം കുറയും. വസ്ത്രാഭരണ ലാഭം ഉണ്ടാകും. പുത്രഗുണം കുറയും. യാത്രാക്ലേശം ഉണ്ടാവും. കർമ്മതടസ്സത്തിന് സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ബുധനും രവിയും, ധനസ്ഥാനത്ത് ശുക്രനും, സുഖസ്ഥാനത്ത് ശനിയും, കളത്രസ്ഥാനത്ത് വ്യാഴവും, ഭാഗ്യസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹസുഖം കുറയും. കോപം വർദ്ധിക്കും. സംസാര നിമിത്തം ദോഷങ്ങൾക്ക് സാധ്യത. ധനവർദ്ധനവ് ഉണ്ടാകും. ലൗകിക സുഖങ്ങളിൽ ആസക്തി വർദ്ധിക്കും. മനപ്രയാസവും കലഹപ്രവണതയും ഉടലെടുക്കും. ദാമ്പത്യ ഗുണം ഉണ്ടാവും. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് ബുധനും രവിയും, ജന്മത്തിൽ ശുക്രനും, സഹോദരസ്ഥാനത്ത് ശനിയും, ശത്രുസ്ഥാനത്ത് വ്യാഴവും, അഷ്ടമത്തിൽ കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുശല്യവും പാപപ്രവൃത്തികളിൽ താൽപ്പര്യവും വർദ്ധിക്കും. കർമ്മഗുണം കുറയും. രോഗദുരിതങ്ങൾ മൂലം പണച്ചെലവിന് സാധ്യത. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. കാര്യവിജയം ഉണ്ടാകും. പകർച്ചവ്യാധികളെ കരുതിയിരിക്കുക. പൊള്ളൽ, വ്രണം എന്നിവ വരാതെ സൂക്ഷിക്കണം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് ബുധനും രവിയും, വ്യയസ്ഥാനത്ത് ശുക്രനും, ധനസ്ഥാനത്ത് ശനിയും, പുത്രസ്ഥാനത്ത് വ്യാഴവും, കളത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സ്വപ്രയത്നത്തിലൂടെ കാര്യലാഭത്തിനും അതുവഴി അംഗീകാരത്തിനും സാധ്യത. വിവിധ മാർഗങ്ങളിലൂടെ ധനാഗമത്തിന് യോഗമുണ്ട്. വിദ്യാതടസ്സത്തിനും നയനരോഗങ്ങൾക്കും സാധ്യത കാണുന്നു. ഗൃഹവാഹനാദി സൗഖ്യവും സർക്കാർ ആനുകൂല്യങ്ങളും പ്രതീക്ഷിക്കാം. ഭാര്യാകലഹത്തിനും ഉദരരോഗത്തിനും സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും, സുഖസ്ഥാനത്ത് വ്യാഴവും, ശത്രുസ്ഥാനത്ത് ചൊവ്വയും, കർമ്മസ്ഥാനത്ത് ബുധനും രവിയും, ലാഭസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹസുഖം കുറയും. ബന്ധുക്കൾ മൂലം ദുഃഖത്തിന് സാധ്യത. ശത്രുക്കളെ ജയിക്കും. കാര്യവിജയം ഉണ്ടാകും. കർമ്മ നൈപുണ്യം വർദ്ധിക്കും. അംഗീകാരം സിദ്ധിക്കും. അനുഭവഗുണം ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. സന്തോഷവും മൃഷ്ടാന്നലാഭവും സുഖവും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് ശനിയും, സഹോദരസ്ഥാനത്ത് വ്യാഴവും, പുത്രസ്ഥാനത്ത് ചൊവ്വയും, ഭാഗ്യസ്ഥാനത്ത് ബുധനും രവിയും, കർമ്മസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ഭാര്യാപുത്രാദികൾക്ക് രോഗത്തിനും കാര്യതടസ്സത്തിനും സാധ്യത കാണുന്നു. ഇഷ്ടജനവിരഹം ഉണ്ടായേക്കാം. ശത്രുഭയവും ഉചിതമല്ലാത്ത ചിന്തകളും മനസ്സിനെ അലട്ടും. സന്താന ഗുണം കുറയും. വാതരോഗങ്ങൾ അലട്ടാം. പിതാവിനോ പിതൃതുല്യർക്കോ അരിഷ്ടതകൾക്ക് സാധ്യത. കർമ്മഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക.